أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. صدق الله العظيم. فقال النبي صلى الله عليه وسلم: معاشر الشباب من استطاع منكم الباءة فليتزوج فإنه أغض للبصر وأحسن للفرج ومن لم يستطع فعليه بالصوم فإنه له وجاء أو كما قال عليه الصلاة والسلام. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ബഹുമാന്യരായ മുഅ്മിനീങ്ങളുടെ സഹോദരങ്ങളെ, സഹോദരിമാരെ, സ്നേഹിതരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നാം എല്ലാവരെയും പൂർണ്ണമായി കബൂലാക്കുമാറാകട്ടെ. സാധാരണ നിലയിൽ കാണാത്ത ഒരു പ്രത്യേകത, ഒരു പുതുമയുള്ള കാര്യമാണ് ഇപ്പൊ നമ്മൾ കൂടിയിരിക്കുന്നത്. സാധാരണ നിലയിൽ നിക്കാഹിന്റെ മജ്‌ലിസുകളിൽ പങ്കെടുക്കുമ്പോൾ സന്ദർഭവും സമയവും അനുസരിച്ച് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉപദേശങ്ങൾ അല്പസമയമൊക്കെ അതിനെക്കുറിച്ച് കേൾക്കാറുണ്ട്, നാം പങ്കെടുക്കാറുണ്ട്. എന്നാൽ നിക്കാഹിന് ശേഷം ഇങ്ങനെ പ്രത്യേകമായ ഒരു കൂട്ടവും അതിൽ ഒരു മജ്‌ലിസ് സംഘടിപ്പിച്ച് ഉപദേശവും എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആദ്യമായി ഉണ്ടായ സംഭവമായിരിക്കാം പലർക്കും. രണ്ട് കാര്യങ്ങളാണ് ഇതിൽ നമ്മൾ പ്രധാനമായി മനസ്സിലാക്കേണ്ടത്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പലപ്പോഴുമുള്ള പതിവായിരുന്നു ഏതെങ്കിലും ആളുകളോട് ദീനിന്റെ കാര്യങ്ങളെ സംബന്ധിച്ച് ഗൗരവമായ നിലയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ തങ്ങൾ വിചാരിക്കുമ്പോൾ ആ ആളുകളെയെല്ലാം തങ്ങൾ വിളിക്കുകയും അവരെ ഉപദേശത്തിന് വേണ്ടിയല്ല തങ്ങൾ വിളിക്കാറുള്ളത്, അവർക്ക് വേണ്ടി സദ്യ ഒരുക്കി ആ സദ്യക്ക് വേണ്ടി അവരെ വിളിക്കാറുണ്ടായിരുന്നു. സദ്യക്കായിട്ട് എല്ലാവരും വന്ന് കൂടുമ്പോൾ അവരോട് തങ്ങൾ അത്യാവശ്യമായ കാര്യങ്ങളെ കുറിച്ച് പറയുക, ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തിരുന്ന ഒരു കാര്യമാണ്. സഹാബാക്കളും പലപ്പോഴും ഇപ്രകാരം ചെയ്തിട്ടുണ്ട്. അറബ് നാടുകളിലൊക്കെ പോയാൽ ഇന്നും അങ്ങനത്തെ സംഭവങ്ങൾ കാണാറുണ്ട്. ആളുകളെ സദ്യക്കായി വീടുകളിൽ വിളിക്കും. കുറെ ആളുകൾ വന്ന് കൂടുമ്പോൾ അവരോട് അത്യാവശ്യമായ നിലയിലുള്ള ദീനിന്റെ കാര്യങ്ങൾ, ഉപദേശങ്ങൾ ഉലമാക്കൾ നൽകുന്ന പതിവ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പക്ഷെ നമ്മുടെയൊക്കെ നാടുകളിൽ ഇങ്ങനത്തെ അവസ്ഥയൊന്നുമില്ല. സദ്യക്ക് വിളിച്ചാൽ പിന്നെ അവിടെ വലിയ ബഹളമായിരിക്കും, സദ്യയുടെ ബഹളം. നമ്മുടെ ഇവിടെയും ഇപ്പോൾ യഥാർത്ഥത്തിൽ വലീമയ്ക്ക് വിളിക്കപ്പെട്ടു, എല്ലാവരും വന്ന് ആഹാരം കഴിക്കുക, ഒരു ബഹളം ഒച്ചയും ഒക്കെയായിട്ട് നടക്കേണ്ടതാണ്. അതാണ് സാധാരണ നടക്കുന്നത്. പക്ഷെ അതിന് വിരുദ്ധമായ നിലയിലുള്ള ഒരു കാഴ്ചയാണ് ഇന്ന് നമ്മൾ കാണുന്നത്. അപ്പൊ സദ്യക്ക് വേണ്ടി വിളിച്ചു, അപ്പോൾ അത്യാവശ്യമായ ദീനിന്റെ കാര്യങ്ങളെ കുറിച്ച് പറയുക എന്നുള്ളത് മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം പുതുമയുള്ള കാര്യമൊന്നുമല്ല. നമുക്ക് പതിവില്ലാത്തതിന്റെ പേരിൽ പുതുതായി തോന്നുന്നു എന്ന് മാത്രം. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെയ്തിട്ടുണ്ട്, സഹാബാക്കൾ ചെയ്തിട്ടുണ്ട്, ഉലമാക്കൾ അറിവുള്ളവർ ഇന്നും ചെയ്യാറുമുണ്ട്. ആ നിലയിൽ ഒരു നല്ല കാര്യമാണ് നടക്കുന്നത്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത് നിക്കാഹിന്റെ പേരിൽ ഉള്ള വലീമ, സൽക്കാരം. ഇത് ഇന്ന് നമ്മുടെ നാടുകളിലൊക്കെ അതിനൊരു പ്രത്യേകത കൽപ്പിക്കപ്പെടാത്ത തരത്തിലായിപ്പോയി. നിക്കാഹിന്റെ സദ്യ എന്ന് പറയുന്നത് എപ്പോഴും നിക്കാഹ് നടക്കുന്ന സ്ഥലത്ത് വെച്ച്
പെണ്ണിന്റെ ആൾക്കാർ ചെയ്യുന്ന സദ്യയാണ് വലിയ വിപുലമായ സദ്യയായ നിലയിൽ ഇന്ന് നമ്മൾക്കിടയിൽ നടത്തപ്പെടാറുള്ളത്. അതാണ് യഥാർത്ഥത്തിൽ വിപുലമായ നിലയിൽ നടക്കേണ്ട സദ്യ വിവാഹം കഴിച്ച പുരുഷന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന വലീമയുടെ സദ്യയാണ്. സയ്യിദനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകൾ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹായെ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെ വിവാഹം കഴിച്ചു കൊടുത്തു. അലി റളിയല്ലാഹു അൻഹുവിന് ഫാത്തിമ റളിയല്ലാഹു അൻഹായെ വിവാഹം കഴിക്കണമെന്ന് അവരുടെ കുടുംബപരമായ ബന്ധത്തിന്റെ പേരിൽ ആഗ്രഹമുണ്ടായിരുന്നു. വിവാഹം കഴിക്കാൻ ഏറ്റവും തനിക്ക് യോഗ്യതയുള്ള ഒരു പെണ്ണ് ഫാത്തിമത്തു സഹ്റയാണെന്ന് അലി റളിയല്ലാഹു അൻഹുവിന് മനസ്സിൽ ചിന്ത ഉണ്ടായിരുന്നു. പക്ഷെ അത് ആവശ്യപ്പെടാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്. ഇതിൽ മറ്റൊരു കാര്യവും കൂടെ നമ്മൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കാനുണ്ട്. അലി റളിയല്ലാഹു അൻഹു അബൂ താലിബിന്റെ മകനാണ്. അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൂത്താപ്പയാണ്, പാപ്പായുടെ സഹോദരനാണ്. നമ്മളുടെയൊക്കെ നാടുകളിൽ കൊച്ചാപ്പ, മൂത്താപ്പ, പാപ്പായുടെ സഹോദരങ്ങൾ, അതുപോലെ ഉമ്മായുടെ സഹോദരിമാരായ കൊച്ചുമ്മ, മൂത്തുമ്മ, ഇവരുടെയൊക്കെ മക്കളെ വിവാഹം കഴിക്കുക എന്നുള്ളത് എന്തോ പാടില്ലാത്ത ഒരു കാര്യം പോലെ കണക്കാക്കുകയാണ്. കാരണം ജീവിതത്തിൽ ഇവരൊക്കെ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ആങ്ങള പെങ്ങന്മാരായിട്ട് ജീവിക്കുന്നവരാണ്. അതുകൊണ്ട് അവരെ എങ്ങനെ വിവാഹം കഴിക്കും എന്നുള്ള ചിന്ത നമുക്കുണ്ട്. പക്ഷെ അല്ലാഹു തആല അവന്റെ നിയമപ്രകാരം ഇവരെ ഒന്നും നമുക്ക് ഒഴിവാക്കിയിട്ടില്ല. വിവാഹം കഴിക്കാവുന്നവരാണ്, അനുവദനീയമായവരാണ്. എന്നുള്ള അറബി നാടുകളിൽ അറബികളുടെ പാരമ്പര്യം അനുസരിച്ച് മൂത്താപ്പ, കൊച്ചാപ്പായുടെ മക്കളെയാണ് കൂടുതലായിട്ട് വിവാഹം കഴിക്കാറുള്ളത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മൂത്താപ്പയായ അബൂ താലിബിന്റെ മകനാണ് അലി റളിയല്ലാഹു അൻഹു. അതിലുപരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളർത്തിയ ആളാണ് അലി റളിയല്ലാഹു അൻഹു. ചെറുപ്പത്തിലെ അലി റളിയല്ലാഹു അൻഹുവിന്റെ പ്രായം കുറഞ്ഞിരുന്ന സന്ദർഭത്തിൽ തന്നെ ഇസ്ലാമിലേക്ക് വരികയും തങ്ങളോടൊപ്പം കഴിഞ്ഞുകൂടുകയും തങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടി വളർത്തുകയും ചെയ്ത ആളാണ്. ഈ ബന്ധങ്ങളൊക്കെ വെച്ച് അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തങ്ങളുടെ മകളെ വിവാഹം കഴിക്കുന്നതിന് ആലോചിക്കാൻ മടിയുമായിരുന്നു. പല ദിവസങ്ങളിൽ ഈ ആഗ്രഹം മനസ്സിൽ വെച്ചുകൊണ്ട് നടന്നെങ്കിലും പറഞ്ഞില്ല. ഒരു ദിവസം അല്പം ധൈര്യം സമാഹരിച്ച് റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങളോട് ഈ കാര്യം ബോധിപ്പിക്കാം, അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ട് എന്ന് ബോധിപ്പിക്കാമെന്ന് വിചാരിച്ച് മസ്ജിദ് നബവിയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളോടൊപ്പം ഇരിക്കുമ്പോൾ കടന്നു വന്നു. പക്ഷെ വന്നപ്പോൾ തങ്ങളോട് ഈ കാര്യം പറയാനുള്ള ധൈര്യം നഷ്ടപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, എന്താണ് അലിയെ കടന്നു വന്നതിന്റെ ഉദ്ദേശം എന്താണ്? അലി റളിയല്ലാഹു അൻഹു മറുപടി ഒന്നും പറഞ്ഞില്ല. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങോട്ട് ചോദിച്ചു, എന്റെ മകൾ ഫാത്തിമത്തു സഹ്റയെ നിനക്ക് വിവാഹം കഴിക്കണമെന്നുള്ള ഉദ്ദേശമുള്ളതിന്റെ പേരിൽ ആ വിവാഹത്തെ കുറിച്ച് ആലോചിക്കാനും എന്നോട് ചോദിക്കാനും വേണ്ടിയല്ലേ നീ വന്നത് എന്ന് ചോദിച്ചു. അലി റളിയല്ലാഹു അൻഹു സമ്മതിച്ചു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതേ. സാധാരണ നാട്ടു നടപ്പനുസരിച്ച് നമ്മുടെയൊക്കെ നാടുകളിലാണെങ്കിൽ വിവാഹാലോചന നടത്തുന്നത് ബ്രോക്കർമാരാണ്. അവര് വന്ന് രണ്ടു കൂട്ടരുടെയും ഡിമാൻഡുകളും ആവശ്യങ്ങളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് രണ്ടുപേരുടെയും വില പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സംസാരിച്ച് എന്തെല്ലാം കൊടുക്കണം, എന്തെല്ലാം വേണം, നിക്കാഹിന് മുമ്പ് എന്ത് കൊടുക്കണം, നിക്കാഹിന്റെ സമയത്ത് എന്ത് കൊടുക്കണം, അതിന് ശേഷം എന്ത് കൊടുക്കണം, നിക്കാഹ് കഴിഞ്ഞ് പെണ്ണിനെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ എന്ത് കൊടുത്തു വിടണം, പിന്നെ മാതാപിതാക്കൾ അവരെ കാണാൻ വേണ്ടി വീട്ടിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് കൊണ്ടുവരേണ്ടത്, ഇതിന്റെ വലിയ നീണ്ട ലിസ്റ്റുകളാണ് തയ്യാറാക്കുന്നത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൾ ഫാത്തിമത്തു സഹ്റ, ആരാ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹാ? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്നത്തി ഫാത്തിമ. ലോകത്ത് ഏതെങ്കിലും ഒരു മുഅ്മിനായ സ്ത്രീ നാളെ മഹ്ശറിൽ ആഖിറത്തിൽ സ്വർഗ്ഗത്തിൽ കാലുകുത്തുമെങ്കിൽ ഈ ഫാത്തിമത്തു സഹ്റ സ്വർഗ്ഗത്തിൽ കടന്നതിന് ശേഷമേ ഉള്ളൂ മറ്റുള്ളവർ സ്വർഗ്ഗത്തിൽ കടക്കുകയുള്ളൂ. മുഴുവൻ സ്വർഗവാസികളുടെയും നേതാവാണ് ഫാത്തിമത്തു സഹ്റ. അവരാണ് ആദ്യം സ്വർഗ്ഗത്തിൽ കിടക്കുക, ബാക്കിയുള്ളവരൊക്കെ പിന്നെ. അത്ര വലിയ മഹത്വമുള്ള ഫാത്തിമത്തു സഹ്റ.
എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫാത്തിമത്തു ഖിത്അത്തും മിന്നി, ഫാത്തിമത്തു ഫിൽഖത്തു കബിരി, എന്റെ കരളിന്റെ കഷ്ണമാണ്, എന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ് ഫാത്തിമ. ഇങ്ങനത്തെ ഫാത്തിമയെ വിവാഹം കഴിക്കാൻ വേണ്ടി വരുന്നു. ബ്രോക്കറും ഇല്ല, മൂന്നാമനും ഇല്ല, മധ്യസ്ഥനും ഇല്ല, വരാൻ വേണ്ടിയിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് മാമായും ഇല്ല, കൊച്ചാപ്പായും ഇല്ല, ജ്യേഷ്ഠന്മാരും ഇല്ല, ആരുമില്ല, ബന്ധുക്കൾ, ഒരു സഹോദരങ്ങൾ, കൂട്ടുകാർ പോലുമില്ല വന്ന് ചോദിക്കാൻ. അവിടെ ഒരു ഡിമാൻഡും പറയാനുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളുടെ ഇന്നത്തെ നാട്ടു നടപ്പനുസരിച്ചാണെങ്കിൽ ചോദിക്കേണ്ടിയിരുന്നത്, എന്താണ് അലിയെ നിന്റെ ഡിമാൻഡ് എന്നാണ് ചോദിക്കേണ്ടിയിരുന്നത്. എന്റെ മകളെ വിവാഹം കഴിക്കാൻ വേണ്ടി എന്താ നിന്റെ ഡിമാൻഡ്, എന്തൊക്കെ വേണം, എത്ര സ്വർണം വേണം, ഏത് സൈസ് കാറ് വേണം, എത്ര വസ്തു വേണം, എന്താ സ്ത്രീധനം തരേണ്ടത്, ഇതൊക്കെയാണ് ചോദിക്കേണ്ടത്. എന്താണ് നിന്റെ ഡിമാൻഡ്? പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാമത്ത് നാൾ വരെ വരുന്ന തങ്ങളുടെ മുഴുവൻ ഉമ്മത്തികളെയും പഠിപ്പിക്കുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളെ വിവാഹം ചെയ്യാൻ വേണ്ടി ആഗ്രഹിച്ചു വന്ന അലി ഇബ്നു അബീ താലിബ്, തങ്ങൾ തന്നെ സ്വന്തം വളർത്തി വലുതാക്കിയ അലി ഇബ്നു അബീ താലിബ്, ആ അലിയിനോട് ചോദിച്ചു, അലിയെ, എന്റെ മകളെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചാണല്ലോ നീ വന്നത്, എന്റെ മകൾക്ക് മഹറായിട്ട് കൊടുക്കാൻ നിന്റെ കൈവശം എന്താണുള്ളത്? നമുക്കറിഞ്ഞ ഒരു ധൈര്യം വരുമോ? നമ്മളെ മകളുടെ വിവാഹം കഴിക്കാൻ വേണ്ടി ആരെങ്കിലും അന്വേഷിച്ച് വരുമ്പോ ആ വരനോട്, എന്റെ മകൾക്ക് എന്താണ് നീ മഹറായിട്ട് കൊടുക്കാൻ കയ്യിലുള്ളതെന്ന് ചോദിക്കാനുള്ള ധൈര്യം ഇന്ന് ആർക്കെങ്കിലും ഉണ്ടാവുള്ളൂ? ഒരു മനുഷ്യനും ഉണ്ടാവൂല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, എന്താണ് വിവാഹത്തിന്റെ ആദ്യത്തെ രീതി. വിവാഹം ആലോചിച്ചു വന്നാൽ, വിവാഹം നടത്താൻ തീരുമാനിച്ചാൽ മഹർ കൊടുക്കാൻ എന്താണുള്ളത്, എന്ത് മഹർ കൊടുക്കുമെന്ന് അന്വേഷിക്കേണ്ടത്. മഹറിനെ കുറിച്ച് അതാണ് അന്വേഷിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നിങ്ങൾ വിവാഹം കഴിക്കാൻ വേണ്ടി പെണ്ണുങ്ങളെ ആലോചിച്ചു പോയാൽ നിങ്ങൾക്ക് ആ പെണ്ണുങ്ങൾ എപ്പോഴാണ് ഹലാലാവുക? നിങ്ങൾ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണുങ്ങൾ നിങ്ങൾക്ക് ഈ പറയപ്പെട്ട പെണ്ണുങ്ങളെ വിവാഹം കഴിക്കൽ അനുവദിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങളുടെ സ്വന്തം മുതൽ കൊടുത്ത് അവരെ മഹർ കൊടുത്ത് വിവാഹം കഴിക്കലാണ് നിങ്ങൾക്ക് ഹലാൽ. അപ്പോഴേ നിങ്ങൾക്ക് ഹലാലാവുകയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ കാര്യമാണ് ചോദിക്കേണ്ടത്. ഹലാലാക്കി തരാൻ എന്താണ് നീ മഹർ കൊടുക്കുക? നമ്മൾ സാധാരണ നിക്കാഹിൽ കേൾക്കാനല്ലേ പറഞ്ഞു കൊടുക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് എല്ലാവരും കേട്ടതാണ്, ഇത്ര മഹറിന് നിശ്ചയിച്ച് എന്റെ മകളെ നിനക്ക് വിവാഹം ചെയ്തു തരുന്നു. അപ്പൊ മഹർ നിശ്ചയിച്ച് അതിന് പകരമായിട്ടാണ് വിവാഹം, അല്ലാതെ നിക്കാഹ് നടക്കുകയില്ല, നിക്കാഹ് ശരിയാവുകയില്ല. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, എന്താണ് എന്റെ മകൾക്ക് മഹർ കൊടുക്കാൻ എന്റെ കൈവശമുള്ളത്? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒന്നുമില്ല. അവർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, ഇന്ന സമയത്ത് ഇന്ന യുദ്ധത്തിൽ പങ്കെടുത്തിട്ട് ആ യുദ്ധത്തിൽ നിന്നും കിട്ടിയ ഗനീമത്തിന്റെ മുതലായിട്ട് വന്നതിൽ വീതിച്ചപ്പോൾ നിനക്ക് ഞാൻ ഒരു സാധനം തന്നിരുന്നല്ലോ, അതെവിടെ? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെന്റെ കൈവശമുണ്ട്. എന്നാൽ അത് കൊണ്ടുപോയി വിറ്റ് അതിന്റെ വില കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുപോയി വിറ്റതിന്റെ വില കൊണ്ടുവരാൻ. ആരോടാ പറയുന്നത്? മകളെ വിവാഹം കഴിക്കാൻ വന്നിരിക്കുന്ന മരുമാനോടാ പറയുന്നത്, പ്രതിശ്രുത വരനോടാ പറയുന്നത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക, എത്ര ലളിതമാണ് നിക്കാഹ്, വിവാഹം എത്ര ലളിതമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുക. ലോകത്ത് ഇത്രയും ഉയർന്ന ഒരു സ്ത്രീയില്ല. അതുപോലെ നോക്കിയാൽ സഹാബാക്കളുടെ കൂട്ടത്തിലും വളരെ പ്രമുഖനാണ് അലി റളിയല്ലാഹു അൻഹു. വരനും വധുവും വളരെ ഉയർന്ന കുടുംബത്തിൽ, വളരെ ഉയർന്ന സ്ഥാനത്ത്, ലോകത്ത് തന്നെ വലിയ സ്ഥാനമുള്ളവരാണ്. ലോകത്ത് വളരെ പ്രാധാന്യമുള്ള ഉയർന്ന രണ്ടാളുകളുടെ വിവാഹത്തിന്റെ സംഭവമാണ് ഈ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഞാൻ ആ തന്ന വസ്തു നീ വിറ്റ് അതിന്റെ കാശ് കൊണ്ടുവരാൻ. മാർക്കറ്റിൽ കൊണ്ടുപോയി വിറ്റു. 500 വെള്ളി അതിന്റെ വിലയായിട്ട് കിട്ടി. ഇത് കൊണ്ടുവന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് മഹറായിട്ട് ഏൽപ്പിച്ചു. തങ്ങളുടെ മകൾ ഫാത്തിമത്തു സഹറായിക്ക് ഞാൻ വിവാഹത്തിന് കൊടുക്കുന്ന മഹറാണെന്ന് പറഞ്ഞ് തങ്ങളെ ഏൽപ്പിച്ചു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിച്ചു കൊടുക്കുന്നത്. വിവാഹം കഴിച്ചതിന് ശേഷം പിന്നെ അടുത്ത ജോലി ഈ വിവാഹം കഴിച്ച പെണ്ണിനെ ഭർത്താവിനെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്.
ഏൽപ്പിച്ചു കൊടുത്തു. അവരുടെ വീട്ടിൽ പോയി താമസിച്ചു. അവർ രണ്ടുപേരും താമസിച്ചതിന് ശേഷം പുരുഷന്റെ ഭാഗത്തു നിന്നും തന്റെ വിവാഹത്തിന്റെ സന്തോഷത്തിന്റെ പേരിൽ ആളുകളെ വിളിച്ച് നൽകുന്ന സദ്യയുടെ പേരാണ് വലീമ എന്ന് പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിക്കാഹ് കഴിച്ചു കൊടുത്തപ്പോൾ നബി തങ്ങളുടെ വീട്ടിൽ ആളുകളെ വിളിച്ചു വരുത്തി വലിയ സദ്യയൊന്നും നടത്തിയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളുടെ മകളെയാണ് വിവാഹം കഴിച്ചു കൊടുത്തത്. മകളെ വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ മകളുടെ ഭാഗത്ത് നിന്ന് സദ്യ നടത്തുക എന്നുള്ളത് ഒരു സുന്നത്തില്ല, അതൊരു നടപടിയുമല്ല. പിന്നെ നമ്മളുടെ ഇന്നത്തെ കാലത്തൊക്കെ ധാരാളം ആളുകളെ നമ്മൾ നിക്കാഹിന് വേണ്ടി പെണ്ണിന്റെ വീട്ടിൽ വിളിച്ചു വരുത്തും. വീട്ടിൽ വിളിച്ചു വരുത്തുമ്പോൾ ദൂരസ്ഥലങ്ങളിൽ നിന്നും നാട്ടിൽ നിന്നും ഒക്കെ വന്ന ആളുകളെ വിളിച്ചു വരുത്തുമ്പോൾ ഒരു മാന്യതയാണ്. അവർക്ക് ആഹാരത്തിന്റെ സമയത്താണെങ്കിൽ ആഹാരം കൊടുക്കുക, വെള്ളം കൊടുക്കുക, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലുമൊക്കെ അവർക്ക് സൽക്കരിക്കുക എന്നുള്ളത് പൊതുവിൽ ഇസ്ലാമിന്റെ ഒരു നിയമമാണ്. ആളുകളെ വിളിച്ചു വരുത്തി സൽക്കരിക്കുക എന്നുള്ളത് അതുകൊണ്ട് കൊടുക്കണമെന്നല്ലാതെ നിക്കാഹുമായി ബന്ധപ്പെട്ട സദ്യയല്ലാതെ. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ സദ്യയുമില്ലായിരുന്നു. നിക്കാഹിന് ശേഷം മകളെ അങ്ങോട്ട് അയക്കണം. നബിതങ്ങൾക്കറിയാം സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബീ താലിബ് ഒന്നുമില്ലാത്ത ആളാണ്. മഹറിന് ചോദിച്ചപ്പോൾ തന്നെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് പിന്നെ ഉണ്ടായിരുന്ന വസ്തു വിറ്റിട്ടാണ് കാശ് കൊണ്ടുവന്ന് കൊടുത്തത്. ഇനി മകൾ അവിടെ പോയി താമസിക്കുമ്പോൾ വീട്ടിലൊന്നുമില്ല, അവർ താമസിക്കാനുള്ളതാണ്, അവർക്ക് ആവശ്യമായ വസ്തുക്കൾ വേണം. ഇത് മനസ്സിലാക്കിയ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ തന്നെ വളർത്തി വലുതാക്കിയ അലി ഇബ്നു അബീ താലിബ് ആയതുകൊണ്ട് വേറൊന്നും ഇല്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടും സൗകര്യങ്ങൾ തങ്ങൾ തന്നെയാണ് ചെയ്തു കൊടുക്കേണ്ടതെന്ന് അറിയാവുന്നത് കൊണ്ടും തങ്ങളുടെ കൈവശം കിട്ടിയ മഹറായി ഏൽപ്പിച്ച ഈ ദിർഹം, ഈ വെള്ളിക്കാശ് കൊടുത്ത് റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ മകൾക്കും മരുമകനക്കും ജീവിക്കാൻ ആവശ്യമായ ചില വസ്തുക്കൾ, ഒരു ബെഡ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ വലിയ കൂടിയ 10,000-ന്റെയും 20,000-ന്റെയും 6 അടിയും 7 അടിയും നീളവും വീതിയുമുള്ള ബെഡൊന്നുമല്ല. ഉള്ളില് ഈത്തപ്പന മരത്തിന്റെ ചോറ് നിറച്ച ഒരു ബെഡ്. അയ്യത്തക്കരക്കാർക്ക് ബെഡ് എന്ന് പറഞ്ഞാൽ വേഗം മനസ്സിലാകും. കാരണം നാട് മുഴുവനും ബെഡ് കൊടുത്തേക്കുന്നവരാ. മുഴുവൻ ആളുകളും അവരുടെ ബെഡിലാണ് കിടക്കുന്നത്. ചിലപ്പോൾ കിടന്നിട്ട് കുഴിഞ്ഞു പോവുകയും ചെയ്യും. എഴുന്നേക്കാൻ പാടുപെടും. രാവിലെ ആരെങ്കിലും പിടിച്ച് എഴുന്നേൽപ്പിക്കേണ്ടി വരും ബെഡിൽ. അങ്ങനെയൊക്കെ ഉണ്ടാവും. എനിക്ക് വെറുതെ പറഞ്ഞതേ ഉള്ളൂ. അവൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാങ്ങിക്കൊടുത്ത ബെഡ്, ഉള്ളിൽ ഈത്തപ്പന മരത്തിന്റെ ചോറ് നിറച്ച ഒരു ബെഡ്, അതുപോലത്തെ ഒരു തലകണി, പിന്നെ കുളിക്കുന്നതിന് വെള്ളം കോരി വെക്കാനുള്ള ഒരു ചരുവം, ഒരു പാത്രം, വെള്ളം കോരിയെടുക്കാനുള്ള ചെറിയ ഒരു മഗ്, അതിന്റെ ഒരു പാത്രം. ഇന്നത്തെ മാതിരി പ്ലാസ്റ്റിക്കിന്റെയും ഫൈബറിന്റെയും ഒന്നും പാത്രമൊന്നുമില്ല. ചെമ്പിന്റെയോ ഇരുമ്പിന്റെയോ ഒക്കെ പാത്രങ്ങളാണ്. അങ്ങനത്തെ ഒരു കപ്പ്, പിന്നെ അത്യാവശ്യം വെള്ളം കുടിക്കാൻ എടുത്ത് വെക്കാനുള്ള പാത്രം, ആഹാരം കഴിക്കാനുള്ള, ഇങ്ങനെ വളരെ അത്യാവശ്യമായ ചില സാധനങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ കാശ് കൊണ്ട് വാങ്ങിച്ച് മകളെയും കൊണ്ടുപോയി ഏൽപ്പിക്കാൻ ചില സ്ത്രീകളെയും ഏൽപ്പിച്ച് വീട്ടിലേക്ക് അന്ന് രാത്രി ഒരുക്കി അയക്കുകയുണ്ടായി. അങ്ങനെ മകളെ കൊണ്ടുപോയി ഏൽപ്പിച്ചു. വിവാഹത്തിന്റെ രണ്ടാമത്തെ ചടങ്ങാണ് എന്നൊക്കെ പറയും. പെണ്ണിനെ വരന്റെ അടുക്കലേക്ക് കൊണ്ടുപോയി ഏൽപ്പിക്കും. രണ്ടാമത്തെ കാര്യവും നടന്നു. വളരെ ലളിതമായി ആയിരക്കണക്കിന് ആളുകളെ വിളിച്ച് വലിയ ബസ്സും വണ്ടിയും കാറും 1000 കാറൊക്കെ വിളിച്ച് ഞങ്ങൾ വരികയാണെന്ന് പറഞ്ഞ് പെണ്ണിന്റെ വീട്ടിലേക്ക് പോകലോ അല്ലെങ്കിൽ പുരുഷന്റെ വീട്ടിലേക്ക് പോകലോ ഒന്നുമില്ല, ഏൽപ്പിച്ചു. പിന്നെ അന്ന് ധരിച്ച വസ്ത്രങ്ങൾ, ഇതെല്ലാം പറഞ്ഞ നമുക്ക് തന്നെ അത്ഭുതം തോന്നും. ഇന്ന് നമ്മളൊക്കെ വധൂവരന്മാർക്ക് വാങ്ങിക്കുന്ന ടവലിന്റെ വില പോലുമില്ല അന്ന് പുതിയാപ്പിളയും പുതിവണ്ണും ധരിച്ച വസ്ത്രത്തിന് എന്ന് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മതി. അതാ എളുപ്പം. അങ്ങനത്തെ വസ്ത്രം ധരിച്ച് കൊണ്ടുപോയി ആക്കി. ഒരു ഓല കൊണ്ട് മറച്ച, ഈത്തപ്പന മണൽ കൊണ്ട് മറച്ച ഒരു ചെറിയ കുടിൽ, ഒരു ഒറ്റമുറി വീട് അവിടെ കൊണ്ടുപോയി ആക്കി. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു വിട്ടു, മകളെ ഞാൻ ഇശാ നിസ്കാരം കഴിഞ്ഞ് വരാം എന്ന് പറഞ്ഞു. അവർ രണ്ടുപേരും അവിടെ പോയി കൂടി. ഇശാ നിസ്കാരം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മകളും മരുമകനും താമസിക്കുന്ന വീട്ടിലേക്ക് പോയി. അവിടെ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടുപേരെയും വിളിച്ച് അടുത്തിരുത്തി അവരുടെ തലയിൽ കൈവച്ച് അവർക്ക് വേണ്ടി ബർക്കത്തിനും മറ്റു കാര്യങ്ങൾക്കുമായി ദുആ ചെയ്ത് ചില നല്ല ഉപദേശങ്ങളൊക്കെ കൊടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മടങ്ങി. എന്തൊക്കെ ഉപദേശങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒന്ന് കൊടുത്തത്? വളരെ ഉയർന്ന ഉപദേശങ്ങൾ.
നമുക്കറിയാമല്ലോ, ആയിഷ ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹായ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാധാരണ നിലയിൽ കൊടുക്കുന്ന ഉപദേശം എന്തായിരുന്നു എന്ന്. അവരുടെ ജീവിതകാലത്ത് ഒരിക്കൽ വെള്ളം കോരി കൊണ്ടുവന്ന് കൊടുക്കാൻ ആരുമില്ലാതെ സ്വന്തം ജോലി ചെയ്ത് കൈകൊണ്ട് സ്വന്തം മാവരച്ച് റൊട്ടി ഉണ്ടാക്കിയതിന്റെ പേരിൽ തോൽപാത്രം തൂക്കിയിട്ട് ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹായുടെ നെഞ്ചിന്റെ രണ്ട് ഭാഗത്തും തോൽപാത്രത്തിന്റെ വള്ളി കൊണ്ട് അടയാളം വീഴുകയും കല്ല് പിടിച്ച് മാവരച്ചതിന്റെ പേരിൽ കയ്യിൽ തഴമ്പ് വീഴുകയും ചെയ്തപ്പോൾ ഇത് രണ്ടും കാണിച്ചു കൊടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിൽ വന്ന് തങ്ങളുടെ അടുക്കൽ എവിടെ നിന്നോ അടിമകൾ വന്നെത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞൊരു അടിമയെ സംഭാവനയായി ചോദിക്കാൻ വേണ്ടി വന്ന സംഭവം നമ്മൾ കേട്ടിട്ടുണ്ട്. വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇല്ലായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹയെ പറഞ്ഞേൽപ്പിച്ചിട്ട് പോയി. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ വിവരം പറഞ്ഞു. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന് ശേഷം ഇവരുടെ വീട്ടിലേക്ക് പോയി. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ വിരിപ്പിൽ കിടന്നിരുന്നു. അപ്പോഴാണ് തങ്ങൾ വന്ന് വിളിക്കുന്നത്. എഴുന്നേറ്റ് പോകാൻ ഞങ്ങൾക്ക് മടിയായി. കാരണം ഒരു ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഒരു സ്ഥലത്ത് കിടക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ കയറി വന്നാൽ അത് പിതാവും കൂടെ ആണെങ്കിൽ എങ്ങനെ എഴുന്നേറ്റ് പോകും? അതുകൊണ്ട് ഞങ്ങൾ മടിച്ചു നിന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എഴുന്നേൽക്കണ്ട, നിങ്ങൾ രണ്ടുപേരും അങ്ങനെ തന്നെ കിടന്നോളി എന്ന് പറഞ്ഞ് പിതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ കിടക്കുന്ന വിരിപ്പിനരികിലേക്ക് വന്നു. ഞങ്ങൾ രണ്ടുപേരുടെയും മധ്യത്തായിട്ട് ഇരുന്നു. ഞങ്ങൾ രണ്ടുപേരും പുതപ്പിനടിയിൽ കിടക്കുന്നു. തങ്ങൾ ഞങ്ങളുടെ മധ്യത്ത് വന്നിരുന്നു. അലി റളിയല്ലാഹു അൻഹു പറയുന്നു, സയ്യിദനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ പാദം കാലിന്റെ തണുപ്പ് എന്റെ നെഞ്ചിൽ അനുഭവപ്പെട്ടു. തങ്ങളുടെ കാല് എന്റെ നെഞ്ചിലാണ് തട്ടിയത്. അതിന്റെ തണുപ്പ് എന്റെ നെഞ്ചിലേക്ക് അനുഭവപ്പെട്ടു. അപ്പൊ അവര് പുതച്ചിരുന്ന പുതപ്പ് ഏതാണെന്നും അവരുടെ അവസ്ഥ ഏതാണെന്നും ഒക്കെ ഞാൻ വിശദീകരിക്കണ്ടല്ലോ. എങ്ങനെയാണ് ഒരു ഭാര്യയും ഭർത്താവുമായി കഴിയേണ്ടത് ഇത് പഠിപ്പിക്കുക. ഒരു ഭാര്യയും ഭർത്താവുമായി കഴിയേണ്ടത് എങ്ങനെയാണ്? അല്ലാഹു തആല പറഞ്ഞു, ഹുന്ന ലിബാസുൽ ലക്കും വ അൻതും ലിബാസുൽ ലഹുൻ. ഭാര്യ ഉണ്ടെങ്കിൽ ഭർത്താവിന് വസ്ത്രമായി, ഭർത്താവ് ഉണ്ടെങ്കിൽ ഭാര്യയ്ക്കും വസ്ത്രമായി. വേറെ ഇല്ലെങ്കിലും കുഴപ്പമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ ഈ നിലയിൽ അവർ തമ്മിൽ കിടക്കുകയായിരുന്നു. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് അവർക്കിടയിൽ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നബി തങ്ങളുടെ പാദത്തിന്റെ തണുപ്പ് എന്റെ നെഞ്ചിൽ അനുഭവപ്പെട്ടു എന്ന് അലി റളിയല്ലാഹു അൻഹു പറയാൻ കാരണം. ഇതൊന്നും കൂടുതൽ വിശദീകരിച്ച് പറയേണ്ട കാര്യമില്ലാത്തത് കൊണ്ടും പറയാൻ അത്ര പറ്റിയതല്ലാത്തത് കൊണ്ടും ഞാൻ പറയുന്നില്ല. എല്ലാ കാര്യവും എപ്പോഴും തെളിച്ചു പറയാൻ പറ്റുകയില്ലല്ലോ. മനസ്സിലാകുന്നവർക്ക് മനസ്സിലാവും. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്ന് അവിടെ ഇരുന്നു. എന്നിട്ട് ചോദിച്ചു, മകളെ നീ വീട്ടിൽ വന്നിരുന്നു എന്ന് പറഞ്ഞു. എന്താണ് കാര്യം? മകള് പറഞ്ഞു, എന്റെ കൈ തഴമ്പ് പിടിച്ചു. എന്റെ ശരീരത്തിന്റെ നെഞ്ചിന്റെ രണ്ട് ഭാഗങ്ങളിലും തോൽപാത്രം തൂക്കിയിട്ട് അടയാളം വീണു. അതുകൊണ്ട് ജോലിക്കാരുമില്ലാത്തതുകൊണ്ട് സഹായത്തിന് ഒരു അടിമയെ ചോദിക്കാൻ വേണ്ടി വന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്തു, മകളെ, അടിമയേക്കാൾ നിനക്ക് തരുന്നതിനേക്കാൾ ഉത്തമമായ കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് ചോദിച്ചിട്ട് തങ്ങൾ എന്താ പറഞ്ഞു കൊടുത്തതെന്ന് അറിയാമോ? മകൾ ഫാത്തിമത്തു സഹ്റയ്ക്ക് ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷവും രാത്രി നിങ്ങൾ ഉറങ്ങാൻ വരുമ്പോൾ നിങ്ങളുടെ വിരിപ്പിൽ ഇരുന്നു കൊണ്ടും 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ്, 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ്, 33 പ്രാവശ്യം നമസ്കാരത്തിന് ശേഷവും 34 പ്രാവശ്യം ഉറങ്ങാൻ കിടക്കുമ്പോഴും അല്ലാഹു അക്ബർ പറഞ്ഞിട്ട് നിങ്ങൾ കിടക്കണം. ഇതാണ് നിങ്ങൾക്ക് ഉത്തമം. മകളോട് വാപ്പ പറഞ്ഞതാ. ഈ അവസ്ഥ കണ്ട മകളോട്, ഇങ്ങനത്തെ മകളോട് നബി തങ്ങൾ എന്തായിരിക്കും ഉപദേശിക്കുക എന്ന് നമുക്കറിയാമല്ലോ. അവർ തമ്മിലുള്ള ജീവിതത്തിന്റെ കാര്യങ്ങളെ കുറിച്ച് എങ്ങനെ കഴിഞ്ഞുകൊള്ളണം. നിങ്ങൾ രണ്ടുപേരും തമ്മിൽ സ്നേഹത്തോടെ, യോജിപ്പോടെ, പരസ്പരം സഹകരണത്തോടെ സഹായിച്ച് കഴിഞ്ഞുകൊള്ളണം. പിണങ്ങരുത്, പിണക്കരുത്. എന്തെങ്കിലും പിണക്കം വരികയാണെങ്കിൽ അതിനെ നിങ്ങൾ തമ്മിൽ യോജിച്ച് തീർക്കാൻ നോക്കണം. എന്തൊക്കെയാ പ്രശ്നങ്ങള്? വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അന്ന് പ്രശ്നമാണ്. രണ്ട് കുടുംബത്തിലും പ്രശ്നമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിക്കാഹ് വെച്ചിരിക്കുന്നത് രണ്ട് കുടുംബങ്ങൾ തമ്മിൽ പരസ്പരം യോജിച്ച് സ്നേഹത്തിൽ കഴിയാനാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, രണ്ട് കൂട്ടർ തമ്മിൽ സ്നേഹമുണ്ടാക്കാൻ നിക്കാഹിനേക്കാൾ ഉയർന്ന മറ്റൊരു കാര്യവും ലോകത്ത് നിനക്ക് കാണാൻ സാധ്യമല്ല. ലം തറ ലിൽ മുതഹബ്ബൈനി മിസ്ല നിക്കാഹ്. രണ്ട് കുടുംബങ്ങൾ, രണ്ട് പ്രദേശങ്ങൾ, രണ്ട് നാട്ടുകാർ തമ്മിൽ സ്നേഹമുണ്ടാക്കാൻ ഏറ്റവും പറ്റിയ കാര്യം ഒരാൾ മറ്റൊരാളെ ആ കുടുംബത്തിൽ നിന്ന് വിവാഹം കഴിച്ചിരിക്കുക. ആ കുടുംബങ്ങൾ തമ്മിൽ എല്ലാവരും സ്നേഹത്തിലായി. നമ്മുടെ പ്രിയപ്പെട്ട റഫീഖ് ഒരു കുടുംബക്കാരനാണ് ഈ നാട്ടിലെ. വിവാഹം കഴിച്ചു നമ്മുടെ നാട്ടിലുള്ള ഒരു പെണ്ണിനെ. ഈ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഇനി എല്ലാ കാര്യത്തിലും സ്നേഹമാണ്. എന്തെങ്കിലും ഒരു ചെറിയ ആവശ്യം നടന്നോ
വധുവിന്റെ വീട്ടിൽ നടന്നാൽ വരന്റെ വീട്ടിലെ എല്ലാ കുടുംബക്കാരെയും വിളിക്കും. വരന്റെ വീട്ടിൽ എന്തെങ്കിലും നടന്നാൽ വധുവിന്റെ വീട്ടിലെ എല്ലാ കുടുംബക്കാരെയും വിളിച്ചു കൂട്ടും. ഒരാവശ്യം വന്നോ എല്ലാവരും പരസ്പരം സഹകരിക്കും. അങ്ങനെ നിക്കാഹോളം ഉയർന്ന ഒരു കാര്യവുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പക്ഷെ ഇന്ന് ആ നിക്കാഹിലാണ് സർവ്വ പ്രശ്നങ്ങളും. കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ തകരുന്നു, കുടുംബങ്ങൾ തകരുന്നു, ഭാര്യാഭർത്താക്കന്മാർ പിണങ്ങിപ്പോകുന്നു, അതിന്റെ പേരിൽ കുടുംബങ്ങൾ തമ്മിൽ പിണങ്ങുന്നു. എത്രയോ കാലങ്ങളോളം ആ പിണക്കം നിലനിൽക്കുന്ന അവസ്ഥയിലേക്ക് പോകും. എന്താ? പരസ്പരം ഇവർ തമ്മിലുള്ള സഹകരണമില്ലാത്തതിന്റെ പേരിൽ. ഭർത്താവ് മനസ്സിലാക്കണം, തന്നെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഈ പെണ്ണ് വളരെ സുരക്ഷിതമായ നിലയിൽ മാതാപിതാക്കൾ 10, 18, 20 വയസ്സ് വരെ വളർത്തിയിട്ട് ആ സംരക്ഷണം അങ്ങനെ തന്നെ അതിൽ ഉത്തമമായ നിലയിൽ ഏറ്റെടുക്കുമെന്നുള്ള ഉയർന്ന വിശ്വാസത്തോടു കൂടിയാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് എന്ന് ഭർത്താവ് മനസ്സിലാക്കണം. ഈ പെണ്ണിന് ഒരു ചെറിയ പോറൽ പോലും ഉണ്ടാകാതെ എപ്രകാരം തന്റെ വസ്ത്രത്തിൽ അഴുക്ക് പുരളാതെ സൂക്ഷിക്കുമോ അതേ നിലയിൽ ആ പെണ്ണിനെ സൂക്ഷിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യണം. ഭാര്യ മനസ്സിലാക്കണം, ഭർത്താവ് എന്ന് പറഞ്ഞാൽ എന്റെ ജീവിതത്തിലെ എല്ലാമാണ്. കാരണം ഒരു പെണ്ണ് വിവാഹിതയായാൽ പിന്നെ മാതാപിതാക്കളെക്കാൾ കൂടുതൽ സ്നേഹവും അടുപ്പവും ബന്ധവും ഭർത്താവിനോടാണ്. വിവാഹം കഴിഞ്ഞതിന് ശേഷം നിക്കാഹ് കഴിഞ്ഞിട്ട് നിക്കാഹ് നടത്തിക്കൊടുത്ത പിതാവ് മകളോട് പറഞ്ഞു, മകളെ 2 ദിവസം കഴിഞ്ഞ് പോകാമെന്ന്. ഭർത്താവ് വിളിക്കുന്നു, വാ പോകാമെന്ന് പറഞ്ഞ്. എന്ത് ചെയ്യും? ഇത്രയും കാലവും എന്നെ വളർത്തിയ വാപ്പായാണെന്നോ പറഞ്ഞത് 2 ദിവസം കഴിഞ്ഞ് പോകാമെന്ന്. അതുകൊണ്ട് 2 ദിവസം കഴിഞ്ഞ് പോകാമെന്ന് ആ പെണ്ണ് തീരുമാനിക്കുമോ? അതോ അപ്പോ ആ നിമിഷത്തിന് തൊട്ടു മുമ്പ് 2 വാക്ക് പറഞ്ഞ ആ 2 വാക്കിന്റെ പേരിൽ ബന്ധം വന്ന ഈ ഭർത്താവ് വാ പോകാമെന്ന് പറഞ്ഞ കൂടത്തി പോകൂ? എന്താ സാധാരണ നിങ്ങളുടെയൊക്കെ നാട്ടിലുണ്ടാകാറുള്ളത്? ഭർത്താവിന്റെ കൂടത്തി പോകുമോ? വാപ്പ പറഞ്ഞു കേൾക്കുമോ? ഭർത്താവിന്റെ കൂടെ പോകും. അപ്പൊ ഇത്രയും എന്നോട് ബന്ധമുള്ള ആളാണ് എന്റെ ഭർത്താവ് എന്ന് മനസ്സിലാക്കി പൂർണ്ണമായ നിലയിൽ ഭർത്താവിന്റെ മനസ്സിന്റെ ഉള്ളിലേക്ക് ഒന്ന് കടന്നേ. ഭാര്യയുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് കടക്കണം ഭർത്താവ്. അവർക്ക് 2 പേർക്ക് സ്ഥലം പുറത്തല്ല. ഭാര്യയുടെ മനസ്സിൽ മുഴുവൻ ഭർത്താവ്, ഭർത്താവിന്റെ മനസ്സിൽ മുഴുവനും ഭാര്യ. ഈ നിലയിലുള്ള ബന്ധം, ആ ബന്ധം വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ തമ്മിൽ പ്രശ്നമില്ല. എന്ത് ചെയ്താലും പ്രശ്നമില്ല. തൃപ്തിയും സന്തോഷവും ഉണ്ടെങ്കിൽ എന്ത് ചെയ്താലും എന്ത് കുറ്റം കണ്ടാലും അതിനെല്ലാം ഒരു ന്യായീകരണം കണ്ടെത്തും. നമ്മൾ അങ്ങനെയാണല്ലോ. നമ്മുടെ മക്കൾ എന്തെങ്കിലും കുറ്റം ചെയ്തെന്ന് കണ്ടാൽ മക്കളോട് സ്നേഹം ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെയെങ്കിലും ന്യായീകരിച്ച് ശരിയാക്കും. ഇഷ്ടമില്ലാത്തവരുടെ എന്തെങ്കിലും ചെറിയ കാര്യം കണ്ടാൽ അതിനെ വലുതാക്കി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും ചെറുതാ. കാരണം 2 പേരും തമ്മിൽ തൃപ്തിയാണ്, സ്നേഹമാണ്. റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങളും ആയിഷ റളിയല്ലാഹു അൻഹയും തമ്മിൽ ധാരാളം കാര്യങ്ങളിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒന്നും ഒരു കുഴപ്പവുമില്ല. സെക്കൻഡ് കൊണ്ട് തീർന്നു പോകുന്ന പ്രശ്നങ്ങൾ. അവരുടെ സ്നേഹം അത്ര വലുതായിരുന്നു. അവർ ജീവിച്ച് പഠിപ്പിച്ചു തന്നു. ധാരാളം സംഭവങ്ങൾ ഇതിനെക്കുറിച്ച് പറയാൻ സാധിക്കും. ആ സമയം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. എല്ലാവരും ആഹാരം കഴിഞ്ഞ് വലിയമാക്കി കൂടിയിട്ട് പോകാൻ വേണ്ടി വന്നവരാ. അവരെ പിടിച്ചിരുത്തിക്കൊണ്ട് സംസാരിച്ച, കയ്യിൽ ചായയുടെ ഗ്ലാസ് കൊടുത്തിട്ട് കുടിക്കണ്ട എന്ന് പറഞ്ഞ് അടുത്ത കൈ കൊണ്ട് കയ്യിൽ കയറി പിടിച്ച എത്ര നേരം പിടിച്ചുകൊണ്ട് നിൽക്കും? നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞാൽ കയ്യിലിരിക്കുന്ന ചായ ചൂടോടെ പിടിച്ചവന്റെ മേത്തേക്ക് പിടിച്ചിട്ട് എഴുന്നേറ്റ് പോകും. അപ്പൊ അതുപോലെ നിങ്ങൾ ചിലപ്പോൾ എഴുന്നേറ്റ് പോകാൻ നിർബന്ധിതരാകും. അതുകൊണ്ട് ഞാൻ നീട്ടി പിടിച്ചിരുത്തുന്നില്ല, സംഭവങ്ങളും പറയുന്നില്ല, ചുരുക്കി പറയും. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ സ്നേഹം കാണിച്ചു തന്നു. ഭാര്യയും ഭർത്താവും ഈ നിലയിലുള്ള സ്നേഹത്തിലാണ് കഴിഞ്ഞുകൂടേണ്ടത്. ഈ ഉപദേശമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫാത്തിമത്തു സഹറ റളിയല്ലാഹു അൻഹയ്ക്ക് കൊടുത്തത്. അതിനുശേഷം പിന്നെ 3-ാമത്തെ കാര്യം, വീട് കൂടിയതിന് ശേഷം ഉണ്ടാകുന്ന വലീമ, സൽക്കാരം. അവർ തമ്മിൽ ചേരുക, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ചേരുക. അത് ചിലപ്പോൾ ഒരു ദിവസം താമസിച്ചിട്ടായിരിക്കാം, ചിലപ്പോൾ താമസിക്കാൻ അത്രയും നേരമെടുത്തില്ല. അവർ തമ്മിൽ ഒരുമിച്ച് കൂടി എവിടെയെങ്കിലും കുറച്ച് സമയം ഒരുമിച്ച് കൂടിയാലും മതി. വേറെ ആരുടെയും ഒരു തടസ്സവും ഇല്ലാതെ 2 പേരും തമ്മിൽ ഒരുമിച്ച് കൂടിയാൽ മതി. പിന്നെ നമ്മളതിന് നിയമമൊന്നും പറയാൻ നിൽക്കേണ്ട, അവരെന്തെങ്കിലും ആയിക്കോളും. ഏതായാലും അങ്ങനത്തെ കാര്യം കഴിഞ്ഞാൽ പിന്നെ വലീമയുടെ സമയമായി, സൽക്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹു അൻഹുവിനോട് വലീമ കൊടുക്കാൻ പറഞ്ഞു. അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് മഹർ കൊടുക്കാൻ കാശില്ലാത്ത ആൾ എങ്ങനെ സദ്യ നടത്തും, വലീമ നടത്തും? അലി റളിയല്ലാഹു അൻഹു ആലോചിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിൽ ഗനീമത്തിന്റെ മുതലായി ഒരു യുദ്ധത്തിൽ കിട്ടിയ 2 വയസ്സായ ഒട്ടകമുണ്ട്. ഇദ്ദേഹം അന്നത്തെ കാലത്ത് അദ്ദേഹത്തിന് പരിചയമുള്ള ഒരു തട്ടാനെ പോയി വിളിച്ചു. സ്വർണ്ണപ്പണിക്കാരൻ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ അടുത്ത് 2 ഒട്ടകമുണ്ട്,
നമുക്ക് രണ്ടുപേർക്കും കൂടി നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം, കാരണം ഞാൻ വിവാഹം കഴിഞ്ഞു, എന്റെ വലീമ നടത്തണം, അതുകൊണ്ടൊന്ന് സഹായിക്കണം. നമുക്ക് രണ്ടുപേർക്കും കൂടി കാട്ടിൽ പോയി തട്ടാന്മാര് പൊന്നുറുക്കാൻ ഉപയോഗിക്കുന്ന, തീ കത്തിക്കാൻ ഉപയോഗിക്കുന്ന ഒരുതരം പുല്ലുണ്ട്. ആ പുല്ല് കുറച്ച് വെട്ടിക്കൊണ്ടുവന്ന് തട്ടാന്മാർക്ക് കൊണ്ടുപോയി ചന്തയിൽ നമ്മൾ വിറ്റ് അതിന്റെ കാശ് മേടിച്ച് നിങ്ങൾക്ക് കൂലിയും തരാം, ബാക്കി കാശ് കൊണ്ട് എനിക്ക് വിവാഹ സദ്യ വലീമ സൽക്കാരം നടത്താനുള്ളതാണ്, അതുകൊണ്ട് എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു. തട്ടാൻ സമ്മതിച്ചു. അങ്ങനെ രണ്ടുപേരും കൂടി ഒട്ടകമെല്ലാം തയ്യാറാക്കി നിർത്തി. എന്നിട്ട് അലി റളിയല്ലാഹു അൻഹു ചന്തയിൽ പോയി ഈ പുല്ല് കെട്ടാനുള്ള കയറും ഒട്ടകത്തിന്റെ പുറത്ത് കെട്ടിത്തൂക്കാനുള്ള കയറും അത് ചേർത്ത് കുത്തി വെക്കാനുള്ള കമ്പും എല്ലാം വാങ്ങിക്കാൻ വേണ്ടി ചാക്കും സഞ്ജീവനൊക്കെ നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറയാം, അതെല്ലാം വാങ്ങാൻ വേണ്ടി ചന്തയിൽ പോയി ഒട്ടകത്തെ എല്ലാം തയ്യാറാക്കി ഇരുത്തി മറ്റേ ആളെയും പറഞ്ഞു വെച്ചിട്ട് അദ്ദേഹം ചന്തയിൽ പോയിട്ട് തിരിച്ച് ചാക്കുമെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നപ്പോൾ കണ്ട കാഴ്ച, വീട്ടിന്റെ മുമ്പിൽ നിർത്തിയിരുന്ന ഒട്ടകത്തെ ഇരുത്തിയിട്ട് പോയത് ആരോ വന്നതിന്റെ മുതുക കുത്തി കീറി അതിന്റെ ഉള്ളിൽ നിന്ന് കരളെടുത്ത് കൊണ്ടുപോയി ഉപയോഗിച്ചു. ഈ അവസ്ഥയാ കണ്ടത്. അലി റളിയല്ലാഹു അൻഹു ഹദീസിൽ വരുമ്പോൾ അലി റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകി. കാരണം വലീമയ്ക്ക് വേറെ മാർഗമൊന്നുമില്ലാതെ പുല്ല് വെട്ടിക്കൊണ്ടുവന്ന് വിറ്റ് വലീമ നടത്താൻ തയ്യാറായ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒട്ടകത്തെ കുത്തിക്കൊന്നു കളഞ്ഞിരിക്കുന്നു. നീ എന്ത് ചെയ്യും? മാർഗമില്ല. നേരെങ്കിലും വരന്മാർക്ക് വലീമ നടത്താൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെടേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോ? വരുമോ? അങ്ങനെ വന്ന വലീമ നടത്തുമോ? ഇനി പോട്ടെ, ഇങ്ങനെ ഒരു അവസ്ഥയിലാണ്, നിവൃത്തിയില്ലെങ്കിൽ ആരെങ്കിലും വലീമ നടത്താൻ തയ്യാറാകുമോ? അലി റളിയല്ലാഹു അൻഹു വിഷമമായി. ആരാ കുത്തിക്കേറിയത്? ഹംസ റളിയല്ലാഹു അൻഹു. ദീർഘമായ സംഭവമാണ്, നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം മാത്രം പറയാം. ചുരുക്കത്തിൽ മൂന്നാമത്തെ കാര്യം വലീമയാണ്. ഒന്ന് നിക്കാഹ്. നിക്കാഹിന്റെ സമയത്ത് കൊടുക്കേണ്ട മഹർ അത് വരൻ സമ്പാദിക്കണം, ഉണ്ടാക്കിക്കൊണ്ടുവന്ന് കൊടുക്കണം. അലി റളിയല്ലാഹു അൻഹു അതാണ് ചെയ്തത്. രണ്ടാമത്തത് പെണ്ണിനെ വരന്റെ അടുക്കലേക്ക് കൊണ്ടുപോയി എത്തിക്കുക, സുഫാഫ്. അതിനാവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത്, സന്ദർഭവും ആവശ്യവും മനസ്സിലാക്കി ചെയ്യുന്നതിന് വിരോധമൊന്നുമില്ല. ഇനി ഭാര്യയുടെ ഭാഗത്ത് നിന്ന് ഇഷ്ടപ്രകാരം എന്തെങ്കിലും പല സംഭാവനയും തന്നു, വാങ്ങിച്ചോളി, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഡിമാൻഡ് ഒന്നും വെക്കരുത്, ചോദിച്ച് വാങ്ങരുത്, ഡിമാൻഡ് വെക്കരുത്. അല്ലാതെ സന്തോഷത്തോടെ എന്തെങ്കിലും തന്നാൽ വാങ്ങിക്കൊള്ളി. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, വാങ്ങിച്ച എങ്ങനെ തന്നതാണെങ്കിലും ആളുകൾ പറയും ചോദിച്ച് വാങ്ങിച്ചതാണ്. വലിയ ആളൊക്കെ ആയിരുന്നു, വലിയ കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ കണ്ടില്ലേ, പെണ്ണിന്റെ വീട്ടിൽ നിന്ന് ഇവിടുത്തെ കാറിലാണ് നടക്കുന്നത്. പെണ്ണിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ വീട്ടിലാ താമസിക്കുന്നത്, ആ സ്ഥലത്താ വീട് വെച്ച് താമസിക്കുന്നത് എന്ന് ആളുകൾ പറയാൻ തുടങ്ങി. അങ്ങനെ ആർക്കെങ്കിലും മാനക്കേട് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവർ വാങ്ങണ്ട. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ കൊടുത്ത് തങ്ങളുടെ മകളെയും എത്തിച്ചു കൊടുത്തു. പിന്നെ അവർ തമ്മിൽ കൂടി താമസിക്കുക. അതിനുശേഷമാണ് മൂന്നാമത്തെ കാര്യം വലീമ സൽക്കാരം നടത്തേണ്ടത്. വലീമ നടത്തേണ്ടത് വരന്റെ ഭാഗത്ത് നിന്ന് സ്വന്തം കാശുകൊണ്ട് ആണ്. അലി റളിയല്ലാഹു അൻഹു സ്വന്തം കാശുണ്ടാക്കാൻ വേണ്ടി ജോലി ചെയ്തത്. സ്വന്തം കാശില്ലെങ്കിൽ കൂലിപ്പണിയെടുത്ത് കാശുണ്ടാക്കി സാധിക്കുന്നത് പോലെ ചെയ്തേക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഔലിം വലൗ ബിസാത്തിൻ, വലീമ നടത്തണം. ഒരാടിനെ അറുത്താണെങ്കിലും. ഒരാളൊക്കെ അറുത്ത എവിടെയെങ്കിലും ആവുമോ? സദ്യക്ക് ഒരു 10-20 ആണെങ്കിലും അറുത്താലേ നാട്ടുകാരൊക്കെ വിളിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ എല്ലാവരും കോഴിയാക്കി. കോഴിയാണെങ്കിൽ ഒരു 100 എണ്ണമെങ്കിലും 200 എണ്ണമെങ്കിലും വേണം. കോഴി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ വന്നിട്ടുമില്ല, ആടെന്നാ വന്നിട്ടുള്ളത്. ഏതായാലും വലീമായി നടത്തി. ഇതും കൂടെ നടത്തി കഴിഞ്ഞാൽ നിക്കാഹുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീർന്നു. പിന്നെ അവരുടെ ജീവിതത്തിൽ എന്താ അവർ ചെയ്യേണ്ടത്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹത്തിന്റെ മാനദണ്ഡമായി വരന്റെ സ്വഭാവവും വധുവിനെ കുറിച്ചും വധുവിനെ കുറിച്ചും രണ്ടുപേരെ കുറിച്ചും പറഞ്ഞത് വളരെ പ്രധാനമായിട്ട് 2 കാര്യമാണ്. ഒന്ന്, അല്ലാഹുവും ഇയാളുമായിട്ടുള്ള ഈ പെണ്ണ് അല്ലെങ്കിൽ ഈ വരൻ, ഇവർ രണ്ടുപേരുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണെന്ന് നോക്കണം. അഥവാ അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് തഖ്വായുടെ ജീവിതം നയിക്കുന്നവരാണോ, ജീവിതത്തിൽ സൂക്ഷ്മതയുള്ളവരാണോ, കുടിയനും പിടിയനും ഒന്നുമല്ല, നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നവനല്ല, കള്ളക്കച്ചവടം ചെയ്യുന്നവനല്ല, പിടിച്ചു പറിക്കുന്നവനല്ല, മനുഷ്യനെ ഉപദ്രവിക്കുന്നവനല്ല, ആക്ഷേപിക്കുന്നവനല്ല, എവിടെയും പോയി വഴക്ക് കൂടുന്നവനല്ല, എല്ലാവരോടും നല്ല നിലയിൽ സഹകരിച്ച് നന്നായി പെരുമാറി ചെയ്യുന്ന ഉത്തരവാദിത്വത്തിൽ, ജോലിയിൽ ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്യുന്ന നല്ല സ്വഭാവക്കാരനാണ്. അള്ളാഹുവുമായിട്ടുള്ള ബന്ധം, അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം, അള്ളാഹുവിന്റെ കൽപ്പനകളെ ധിക്കരിക്കാനുള്ള പേടി, ഇതൊക്കെ ഉള്ള മനുഷ്യനാണെന്ന് മനസ്സിലായി. രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിന്റെ സൃഷ്ടികളുമായിട്ട് എങ്ങനെയാണ് ബന്ധം?
മാതാപിതാക്കളുമായിട്ട് എങ്ങനെ, സഹോദരങ്ങളായിട്ട് എങ്ങനെ, കൂട്ടുകാരുമായിട്ട് എങ്ങനെ, ബന്ധുക്കളുമായിട്ട് എങ്ങനെ, അയൽവാസികളായിട്ട് എങ്ങനെ, ബഹുമാനിക്കപ്പെടേണ്ട മുതിർന്നവരുമായിട്ട് എങ്ങനെ, സ്നേഹിക്കപ്പെടേണ്ട ചെറിയവരുമായിട്ട് എങ്ങനെ ഇവന്റെ ബന്ധം, എല്ലാവരോടും നല്ല നിലയിൽ സഹകരിക്കുകയും ബന്ധപ്പെടുകയും ആർക്കും ഒരു പ്രശ്നമില്ല, നല്ല അഭിപ്രായം ഉള്ളവനാണോ, അങ്ങനത്തെ പെണ്ണാണോ നിങ്ങളുടെ വിവാഹം നടത്തിയേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഇദാ ഖതബ ഇലൈക്കും മൻ തർളൗന ദീനഹു വഖുലുഖഹു ഫസവ്വിജു ഇല്ലാ തഫഅലുഹു തകും ഫിത്നതുൻ ഫിൽ അർളി വഫസാദുൻ അലീം. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പൊ അവരുടെ ജീവിതം ഇതാണ് പിന്നെ നോക്കേണ്ടത്. പിന്നെ ഈ ജീവിതമാണ് രണ്ട് കാര്യം. ഒന്ന്, അള്ളാഹുവുമായിട്ടുള്ള ബന്ധം ശരിയാക്കുക. മറ്റൊന്ന്, സൃഷ്ടികളുമായിട്ടുള്ള ബന്ധം ശരിയാക്കുക. ഭാര്യയും അങ്ങനെയായിരിക്കണം. ഭാര്യ എങ്ങനെ അള്ളാഹുവുമായിട്ടും സൃഷ്ടികളുമായിട്ടുള്ള ബന്ധം ശരിയാക്കും? പോയി താമസിക്കുന്ന വീട്ടിൽ ഒരു മാതാവിന്റെ അടുക്കൽ നിന്ന് അടുത്ത മാതാവിന്റെ അടുക്കലേക്ക് വന്നു, സ്വന്തം മാതാവിന്റെ അടുക്കൽ നിന്ന് തന്റെ ഭർത്താവിന്റെ മാതാവിന്റെ അടുക്കലേക്ക് വന്നു, സ്വന്തം പിതാവിന്റെ അടുക്കൽ നിന്ന് ഭർത്താവിന്റെ പിതാവിന്റെ അടുക്കലേക്ക് വന്നു, ഭർത്താവിന്റെ പിതാവ് ഏതോ ഒരുത്തൻ, ഭർത്താവിന്റെ മാതാവ് ഏതോ ഒരുത്തി, അവരവരുടെ കാര്യം നോക്കിക്കോളും, എനിക്കൊരു ബന്ധമില്ല എന്ന് ഒരിക്കലും ഒരു പെണ്ണ് വിചാരിക്കരുത്. പെണ്ണ് വിചാരിക്കണം, ഞാൻ വന്ന വീട്ടിൽ ഏതൊരു മാതാവും പിതാവുമാണ് എനിക്കുണ്ടായിരുന്നത്, അതിന് പകരമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ വന്ന വീട്ടിലേക്ക് തന്നിരിക്കുന്ന മാതാവും പിതാവുമാണ്, ഇവരെയും എന്റെ പിതാവിനെ പോലെ മാതാവിനെ പോലെ ശുശ്രൂഷിച്ച് സംരക്ഷിച്ച് സേവനം ചെയ്ത് ഖിദ്മത്ത് ചെയ്ത് അവരുടെ കാര്യങ്ങൾ നോക്കി അവരെ സന്തോഷിപ്പിക്കലും എന്റെ ബാധ്യതയാണെന്നൊരു പെണ്ണ് മനസ്സിലാക്കണം. ഭർത്താവും അതിനാവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. ഒരിക്കലും ഒരു ഭർത്താവ് തന്റെ വീട്ടിലേക്ക് ജോലിക്ക് വന്ന ഒരു പെണ്ണാണെന്ന് തന്റെ ഭാര്യയെ കുറിച്ച് വിചാരിക്കില്ല. തന്റെ ഭാര്യയെ കുറിച്ച് വീട്ടിലേക്ക് ജോലിക്ക് വന്നതല്ല. ഇസ്ലാമിൽ അവകാശങ്ങളുണ്ട്. ആണുങ്ങൾക്ക് മാത്രമല്ല അവകാശം, പെണ്ണുങ്ങൾക്കും അവകാശമുണ്ട്. നേരെ പറഞ്ഞാൽ ചിലപ്പോൾ തിരിച്ചു പോകും, പെണ്ണുങ്ങൾ ചോദ്യം ചെയ്യും. അതുകൊണ്ട് എല്ലാം ഒന്നും പറയാൻ പറ്റില്ല, എന്നാലും പറയാം, പെണ്ണുങ്ങൾക്ക് അവകാശമുണ്ട്. ഒരിക്കലും നമുക്ക് ആഹാരം വെച്ച് തന്ന് തീറ്റിക്കുക എന്നുള്ളത് പെണ്ണുങ്ങളുടെ ബാധ്യതയല്ല. ആണുങ്ങളുടെ തുണി കഴുകി കൊടുത്ത് അവരെ കുളിപ്പിച്ച് വൃത്തിയാക്കി നന്നാക്കി നിർത്തുക എന്നുള്ളത് പെണ്ണുങ്ങളുടെ ബാധ്യതയല്ല. വീട്ടിലെ മുഴുവൻ ജോലിയും ചെയ്ത് ആവശ്യമായ കാര്യങ്ങളൊക്കെ സ്വന്തമായി ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഒരിക്കലും പെണ്ണുങ്ങളുടെ ബാധ്യതയല്ല. എന്താണ് പെണ്ണുങ്ങളുടെ ബാധ്യത? എന്താ പെണ്ണുങ്ങൾക്ക് അങ്ങോട്ട് ചെയ്യേണ്ടത്? കഴിവുള്ളവരാണെങ്കിൽ വീട്ടിൽ ജോലി ചെയ്യാനും പുറത്തുനിന്ന് സാധനം വാങ്ങിക്കൊണ്ടുവന്ന് കൊടുക്കാനും 2 സേവകരെ വെച്ച് കൊടുക്കണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. ആ നിലയിൽ പെണ്ണുങ്ങളെ സംരക്ഷിക്കണം. ഇന്നത്തെ കാലത്ത് അങ്ങനെ പതിവൊന്നും ഇല്ലാത്തത് കൊണ്ട് നിർബന്ധമില്ല. അങ്ങനെ ജോലി ചെയ്യിക്കാൻ ആളുകളെ വെക്കുകയും അതിന് കഴിവുള്ളവരും ശീലമുള്ളവരും ഒക്കെ ആണെങ്കിൽ ഇതുവരെയും ചെയ്തു കൊടുക്കണമെന്ന് ഇസ്ലാമിന്റെ നിയമമാണ്. അപ്പൊ അതുകൊണ്ട് ഒരു പെണ്ണ് വീട്ടിൽ വന്നാൽ ജോലിക്കാരിയായിട്ടല്ല വരുന്നത്. ആ വീട്ടിൽ റസൂലുള്ളാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വീട്ടിലെ ജോലിക്കാരിയല്ല, ഖാദിമത്തല്ല, വീട്ടിലെ സേവകയല്ല, വീട്ടിലെ ആളുകൾക്കെല്ലാം നോക്കാനും ജോലി ചെയ്യാനും ആഹാരം പാചകപ്പെടുത്തി കൊടുക്കാനും വിറക് വെട്ടാനും കൃഷി നോക്കാനും പറമ്പ് നോക്കാനും ഒന്നും വരുന്നതല്ല ഒരു പെണ്ണ്. എന്തിനാ പെണ്ണ് വരുന്നതെന്ന് അറിയാമോ? എന്തിനാ ഒരു പെണ്ണ് വീട്ടിലേക്ക് വരുന്നത്? ഒരു പെണ്ണിന്റെ വീട്ടിലേക്ക് കയറി വരുന്നത് തന്റെ ഭർത്താവിന്റെ വീട്ടിലെ ഭരണക്കാരിയായിട്ടാണ്. തന്റെ ഭർത്താവിന്റെ വീട്ടിലെ അധികാരിയായിട്ട് ഭരണക്കാരിയായിട്ടാണ് വരുന്നത്. അതുകൊണ്ട് ഭരണം നല്ല നിലയിൽ നിർവഹിച്ചോളണം. ആ വീട്ടിലെ ഭർത്താവിന്റെ മുതൽ, ഭർത്താവിന്റെ ശരീരം, ഭർത്താവിന്റെ അവകാശം എല്ലാം സൂക്ഷിക്കാൻ ഉത്തരവാദിത്വമുള്ള ഒരു ഭരണക്കാരിയായിട്ടാണ് വീട്ടിലേക്ക് കയറി വരുന്നത്. അതുകൊണ്ട് ജോലിക്കാരിയായി കണക്കാക്കരുത്, ഭരണക്കാരിയായി കണക്കാക്കി വേണ്ട മുഴുവൻ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത്. അതുകൊണ്ടാണല്ലോ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയോട് എന്താണ് തങ്ങൾ വീട്ടിൽ വരുമ്പോൾ ചെയ്തിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, കാന യകൂനു ഫീ മിഹ്നതി അഹ്ലിഹി. തങ്ങൾ വീട്ടിൽ വന്നാൽ വീട്ടിൽ ഞങ്ങൾ ചെയ്യുന്ന ജോലികൾക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ സഹായിക്കാൻ കൂടുമായിരുന്നു. ഞങ്ങൾ റൊട്ടി ചുട്ടുകൊണ്ടിരുന്നാൽ മാവ് പരത്തി റൊട്ടി ചുടാൻ കൂടുമായിരുന്നു. കറിക്കരിഞ്ഞുകൊണ്ടിരുന്നാൽ തങ്ങൾ കറിക്കറിഞ്ഞു തരുമായിരുന്നു. വസ്ത്രം മടക്കി വെച്ചുകൊണ്ടിരുന്നാൽ വസ്ത്രം മടക്കാൻ കൂടുമായിരുന്നു. തങ്ങളുടെ ചെരുപ്പിന്റെ ബാറ് പറഞ്ഞു പോയാൽ തങ്ങൾ സ്വന്തം അത് തയ്ക്കുമായിരുന്നു. ഞങ്ങളുടെ വസ്ത്രത്തിൽ എവിടെയെങ്കിലും പേനോ കൂറപ്പേനോ പിടിച്ച് പ്രാണി കയറിയിരുന്നാൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പെറുക്കിക്കളയുമായിരുന്നു. യഫ്ലി സൗബഹു വയഖ്സിഫു നഅലഹു.
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പതിവ്. നമ്മളാരെങ്കിലും ചെയ്യുമോ? വീട്ടിൽ പോകുമ്പോൾ ഒരു തോർത്തിലഴുക്ക്, കുളിക്കാൻ കൊണ്ടുപോകുന്ന തോർത്തിലഴുക്ക് പറ്റിയിരുന്നാൽ അത് കഴുകിയിട്ട് കുളിക്കാമെന്ന് വിചാരിക്കില്ല നമ്മളൊക്കെ. ആ തോർത്തങ്ങ് കൊടുത്തിട്ട് ഈ അഴുക്കുള്ള തോർത്താണ് കുളിക്കാൻ തരുന്നത്, നല്ല തോർത്തെടുത്തുകൊണ്ട് പോകാന്ന് പറഞ്ഞ് അതിനുവേണ്ടി ഭാര്യയെ ചീത്ത വിളിക്കുന്നു. ചിലര് ചീത്ത വിളിക്കും, ചിലര് ദേഷ്യപ്പെടും. കറിക്കൽപ്പ് ഉപ്പ് കുറഞ്ഞു പോയാൽ പാത്രത്തോടെ എടുത്ത് വലിച്ചെറിയുന്ന ആൾക്കാരുണ്ട്. ചിലപ്പം ഭാര്യയ്ക്ക് അടിയും കൊടുക്കും. എന്തോ വലിയ ബാധ്യതയുള്ള തൊഴിലാളി ചെയ്തതുമാരി വിവരങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. വൽ മർഅതു റാഇയത്തുൻ ഫീ ബൈതി സൗജിഹാ, ഭർത്താവിന്റെ വീട്ടിലെ അധികാരിയാണ്, ഭരണക്കാരിയാണ്, ജോലിക്കാരിയല്ല, തൊഴിലാളിയല്ല. ഈ നിലയിൽ പെണ്ണുങ്ങളെ വളർത്തേണ്ട ബാധ്യതയാണ്. പെണ്ണുങ്ങൾ എന്ത് ചെയ്യണം? കിട്ടുന്ന സുരക്ഷിതത്വവും സംരക്ഷണവും സഹായവും അവിടെ കിട്ടുന്ന സുഖങ്ങളുമെല്ലാം അനുഭവിച്ച് അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കണം. അള്ളാഹുവിന്റെ തഖ്വ. ഒരു പെണ്ണ് ആരാകണം? തന്റെ ഭർത്താവിനെ അല്ലാതെ മറ്റാരെയും മനസ്സിൽ കാണാത്തത്, തന്റെ ഭർത്താവല്ലാതെ മറ്റാരും തന്റെ സൗന്ദര്യം, തന്റെ ശരീരം അനുഭവിക്കരുത് എന്ന് തീർച്ചപ്പെടുത്തിയവളാകണം. അതിനെന്ത് ചെയ്യണം? വീട്ടിന്റെ ഉള്ളിൽ ഭർത്താവിന്, പുറത്തു പോകുമ്പോൾ മുഴുവൻ മൂടി പർദയിൽ. അതിനാ ഇസ്ലാമിൽ പർദ വെച്ചിരിക്കുന്നത്, ഹിജാബ് വെച്ചിരിക്കുന്നത്. പുറത്ത് ആർക്കും കാണാൻ അനുവാദമില്ല. ഇന്ന് ആളുകൾ പെണ്ണ് കെട്ടാൻ പോകും. പുതിയാപ്പിള കാണാൻ പോകുമ്പോൾ തന്നെ ആദ്യമേ കൂട്ടുകാരെ 4-5 പേരെ വിളിച്ചോണ്ട് പോകും. നമുക്ക് പോയി നോക്കിയിട്ട് വരാവിടെ എങ്ങനെ ഉണ്ടെന്ന്. എന്നിട്ട് അഭിപ്രായം ചോദിക്കും ഓരോരുത്തരെടുത്തും. എങ്ങനെയുണ്ട്? 4 പേര് കണ്ട ആക്ഷേപിക്കുമെന്ന്. താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണിനെ കുറിച്ച് അഭിപ്രായം ചോദിക്കുന്നത് 4 പേരുടെ മുമ്പിൽ ഇറക്കി നിർത്തിയാൽ മോശം പറയുമോ? 4 പേര് കണ്ട ആക്ഷേപിക്കുമെന്ന്. 4 പേരെ കാണിക്കാനാണ് നീ കെട്ടണതെങ്കിൽ നിനക്ക് വേറെ പണി നോക്കിക്കൂടെ? കെട്ടുന്നത് നിനക്ക് വേണ്ടിയല്ലേ? നീ കാണണം. വേറുള്ളവരെ കാണിച്ച് അഭിപ്രായം ചോദിക്കാനല്ല. ഇന്ന് സാധാരണ നിലയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പെണ്ണുങ്ങളെ വിവാഹം ആലോചിച്ച ആദ്യം ഒരു ഫോട്ടോ ഇന്ന് മേടിക്കും. ഓരോ ബ്രോക്കർമാരുടെ നോക്കിയാൽ പോക്കറ്റ് ഇത്രയും വീർത്ത് കാണും. പരിശോധിച്ച് നോക്കിയാൽ വാങ്ങിക്കൊണ്ടുപോയാൽ അവരെ പോക്കറ്റ് അടിക്കാരും വാങ്ങിക്കൊണ്ടുപോയാൽ ഒരു 100 പെണ്ണുങ്ങളുടെ പടമായിരിക്കും ഇരിക്കുന്നത്. പെണ്ണുങ്ങളുടെയും ആണുങ്ങളുടെയും ഒരു 10 പൈസ പോലും കാണൂല. ബ്രോക്കർമാരുടെ പോക്കറ്റ് അടിച്ചാൽ ചായ കുടിക്കാനോ ബീഡി വാങ്ങിക്കാനുള്ള പൈസ പോലും കിട്ടൂലായിരുന്നു. ഇങ്ങനെ കുറെ ഫോട്ടോ കിട്ടും. ഈ പണം കൊണ്ടുപോയി ഇങ്ങനെ ഓരോരുത്തർക്ക് കൊടുക്കുക. ഇത് ഇന്നിപ്പോ എളുപ്പമുണ്ടല്ലോ. നെറ്റിലങ്ങിട്ട്, അല്ലെങ്കിൽ ഫേസ്ബുക്കിലിട്ട്, അല്ലെങ്കിൽ വാട്സാപ്പിലിട്ട് എല്ലാ കൂട്ടുകാരെടുത്ത് പിന്നെ ഞാൻ കെട്ടാൻ പോണ പെണ്ണാടാ കൊള്ളാവോ അഭിപ്രായം, ഓരോരുത്തരുടെയും അഭിപ്രായം ചോദിക്കുക. ഇന്ന് പിന്നെ മൾട്ടിമീഡിയ ഒക്കെ പഠിച്ചവരാണെങ്കിൽ പെണ്ണിന്റെ ഫോട്ടോ കിട്ടിയാൽ മതി. മുരിഞ്ഞെടുക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല, എന്ത് വേണമെങ്കിലും ചെയ്യാം. എല്ലാം ചെയ്ത് നോക്കിയാണ് അഭിപ്രായം പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ ഭാഗ്യം തരട്ടെ. അങ്ങനെയല്ല പെണ്ണിനെ ജീവിപ്പിക്കേണ്ടത്. ആ പെണ്ണ് തന്റെ ഭർത്താവല്ലാതെ മറ്റാരും തന്നെ അനുഭവിക്കരുത്, തന്നെ കണ്ട് ആസ്വദിക്കരുത്. കാരണം വിവാഹം എന്ന് പറയുന്നത് കണ്ണിനെ സൂക്ഷിക്കാനാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വിവാഹം കഴിക്കുന്നത് കണ്ണിനെ സൂക്ഷിക്കാനും ആ കണ്ണു വഴിയായി ഉണ്ടാകുന്ന മുഴുവൻ അബദ്ധങ്ങളിൽ നിന്നും നിന്റെ ഗോപ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കാനാണ്, നിന്റെ വികാരത്തെ അടക്കി വെക്കാനാണ്, മറ്റാരിലും പ്രയോഗിക്കാതിരിക്കാൻ. അതുകൊണ്ട് ആണും അത് തീരുമാനിക്കണം, പെണ്ണും തീരുമാനിക്കണം. ഇപ്പൊ അതല്ല, എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട് അവരുടെ പെണ്ണുങ്ങൾ നന്നായിരിക്കണം. ഭാര്യമാർ ആരെടുത്തും മിണ്ടരുത്, ആരെയും നോക്കരുത്. സംശയമാണല്ലോ, എല്ലാവർക്കും സംശയരോഗമാണ്. എവിടെയെങ്കിലും പോയിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ഇങ്ങനെ ഈ പശുവും ആടും ഒക്കെ മണക്കുന്ന മാതിരി മണം പിടിച്ച് നോക്കും, വേറെ ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ എന്ന്. വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ പേരിൽ സംശയമായി. ഇവിടെ പലരും വരുന്നുണ്ട്, നീ ആരെയാ വിളിച്ച് നിർത്തിയത്? ഒക്കോ നിന്നെ ജീവിപ്പിക്കൂല, ഇവിടെ താമസിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറയും. പക്ഷെ ഇവനെന്താ ചെയ്യുക? ഇവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ എന്താ ചെയ്യുക? ഇവന്റെ ഓഫീസിലും ഇവന്റെ കച്ചവടത്തിലും ഇവൻ പോകുന്ന വഴിക്കുമ്പോഴും കാണുന്ന പെണ്ണുങ്ങളെ മുഴുവൻ നോക്കിക്കൊണ്ട് നടക്കുക. എന്നിട്ട് അവന്റെ ആഗ്രഹം അവന്റെ ഭാര്യ നന്നാകണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വേണ്ട മക്കളെ, ഇത് കൊതിക്കണ്ട. നീ ഒരു പെണ്ണിന്റെ നേരെ ഒറ്റ പ്രാവശ്യം കണ്ണൊന്ന് മടക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ നിന്റെ ഭാര്യ 9 ആണുങ്ങളെ നേരെ നോക്കിയിട്ടുണ്ടായിരിക്കും. നോക്കും. നിങ്ങളുടെ ഇണകൾ, ഭർത്താവ് നന്നായിരിക്കണമെന്ന് ഭാര്യയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ ഭാര്യ നന്നായിരിക്കണം. ഭാര്യ നന്നായിരിക്കണം, വേറെ ആരും കാണരുതെന്ന് ഭർത്താവിന് ആവശ്യമുണ്ടെങ്കിൽ ഭർത്താവ് വേറെ ഒരു പെണ്ണിനെയും നോക്കരുത്. ഏതെങ്കിലും പെണ്ണിനെ നോക്കിയിട്ട് പോയാൽ ഭാര്യയും നോക്കിയിരിക്കും, ഉറപ്പാണ്. പിന്നെ സംശയരോഗം വെച്ചിട്ട് കാര്യമൊന്നുമില്ല. നീ നന്നാകണം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് സൂക്ഷ്മതയോടുകൂടി ജീവിക്കുക. ജീവിതത്തിൽ പരസ്പരം സ്നേഹത്തോടുകൂടി സന്തോഷത്തോടുകൂടി കഴിയുക. രണ്ടുപേരും പരസ്പരം 2 കുടുംബങ്ങളെ തമ്മിൽ അടുപ്പിക്കുന്നവരാകണം. 2 കുടുംബങ്ങൾ തമ്മിൽ ഉണ്ടാകുന്ന മുഴുവൻ സ്നേഹത്തിനും ഇവർ കാരണക്കാരനാകണം. ഇവർ അടിസ്ഥാനമായ നിലയിൽ കാരണക്കാരനാകണം. പിന്നെ 3ാമത് ഇവർക്കൊരു ജോലിയുണ്ട്. ഇവരിൽ നിന്നും ജനിക്കുന്ന സന്താനങ്ങളെ നല്ല നിലയിൽ വളർത്തുക എന്നുള്ളത്.
ഇത് മാതാപിതാക്കളുടെ ജോലിയാണ്. പ്രത്യേകിച്ച് മാതാവിന്റെ ജോലിയാണ് മക്കളെ വളർത്തൽ. മാതാവിന്റെ മടിയിലാണ് മക്കൾ വളരുന്നത്. ആ മക്കളെ നല്ല നിലയിൽ വളർത്തിയെടുത്ത്, നല്ല നിലയിൽ എന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള, നല്ല വിദ്യാഭ്യാസമുള്ള മക്കൾ. ഇത് മാത്രമല്ല, ആവശ്യമാണ് മക്കളുടെ ആരോഗ്യം സംരക്ഷിക്കണം, മക്കളുടെ വിദ്യാഭ്യാസം സംരക്ഷിക്കണം, നോക്കണം. അതോടൊപ്പം ഇതിലെല്ലാത്തിലും ഉപരിയായി മക്കൾ അല്ലാഹുവിന്റെ കൽപ്പനയ്ക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന സാലിഹീങ്ങളാണോ എന്ന് നോക്കണം. കാരണം മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉപയോഗം സാലിഹായ മക്കളെ കൊണ്ടേ ഉള്ളൂ. ഒരാൾ മരിച്ചാൽ അയാൾക്ക് പിന്നെ ഉപയോഗമുള്ളത് സാലിഹായ മക്കളെ കൊണ്ടേ ഉള്ളൂ. അത് ജീവിച്ചിരിക്കുമ്പോൾ മക്കളെ സാലിഹാക്കി എടുക്കണം. ചില ആളുകൾ മക്കളെ ഇങ്ങനെ വളരാനങ്ങ് വിടും, അഴിച്ചു വിടും. വിട്ടിട്ട് അവസാനമാകുമ്പോൾ തലയ്ക്ക് വെളിവില്ലാതെയാകുമ്പോ, ഒരു സ്വൈര്യതയും ഇല്ലാതെയാകുമ്പോ മക്കളെ പിടിച്ച് എങ്ങനെയെങ്കിലും നന്നാക്കാൻ നോക്കും. അപ്പൊ അന്വേഷിക്കും ഏത് ജമാഅത്താവുള്ള, ഏത് ദൂരെ പോയേക്കുന്ന ആരെങ്കിലും ഉണ്ടോ. 10 ദിവസം ഇവനെ എങ്ങനെയെങ്കിലും പിടിച്ചോണ്ട് പോയിരുന്നെങ്കിൽ വേണ്ടില്ല. 40 ദിവസം ആര് കൊണ്ടുപോകും? 40 ദിവസം എങ്ങനെയെങ്കിലും 4 മാസം ആക്കാൻ പറ, എന്ത് വേണമെങ്കിലും ചെയ്തോടാം. അമീറിന് ഫോൺ വിളി, മകനെ എങ്ങനെയെങ്കിലും 4 മാസത്തേക്ക് ആക്കുക, 4 മാസത്തേക്ക് വേണമെങ്കിൽ അമീർ തന്നെ പൊക്കോ, 4 മാസത്തേക്ക് എല്ലാ ചെലവും ഞാൻ വഹിച്ചോളാം, അവനെ ഇങ്ങോട്ട് കൊണ്ടുവരും. എപ്പോഴാണ് തോന്നുന്നത്? എല്ലാം കഴിഞ്ഞ് കിടക്കാനും നിവൃത്തിയില്ല, ഉറങ്ങാനും നിവൃത്തിയില്ല, വീട്ടിൽ സ്വൈര്യതയില്ല, നാട്ടിൽ സ്വൈര്യതയില്ല. ഇപ്പോഴല്ല സാലിഹ്. തെങ്ങ് 12 കൊല്ലം വളർന്നിട്ട് കാക്കാതെ നിൽക്കുമ്പോൾ തലയിൽ കൊണ്ടുപോയല്ല വളം വെക്കേണ്ടത്. തെങ്ങ് നടുമ്പോ തന്നെ വളം വെച്ച്, നടുമ്പോ തന്നെ വെള്ളം കൊടുത്ത്, അത് 7 വർഷമാകുമ്പോ കായ്ക്കുമെന്ന് പറഞ്ഞ തെങ്ങ് 6 വർഷമാകുമ്പോ കായ്പിക്കാൻ നോക്കണം വളം ചെയ്ത്. ഇതുപോലെ മക്കളെ വളർത്തണം, സാലിഹായ മക്കൾ. അങ്ങനത്തെ സാലിഹായ മക്കളെ വളർത്തിയാൽ മരിച്ചതിന് ശേഷം ഉപയോഗമുണ്ടാകും. അതുകൊണ്ട് മക്കളെ നന്നായിട്ട് വളർത്തുക എന്നുള്ള ബാധ്യതയും മാതാപിതാക്കൾക്കുണ്ട്. ഇതൊക്കെയാണ് ജീവിതത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ അനുസരിക്കേണ്ട, പാലിക്കേണ്ട ചിട്ടകൾ, മര്യാദകൾ. നിക്കാഹ് ഈ നിലയിൽ ലളിതമായിട്ടാണ് നടക്കേണ്ടത്. പിന്നെ നിക്കാഹിൽ നമ്മൾ പലതുമൊക്കെ കടത്തിക്കൂട്ടി വെച്ചു. ആ കടത്തിക്കൂട്ടി വെച്ച പല കാരണങ്ങളുടെ പേരിൽ നമ്മൾ അതിന്റെ വിഷമം അനുഭവിക്കുകയും ചെയ്യും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ശരിയായ നിലയിൽ മനസ്സിലാക്കാൻ നാം എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് വിവാഹിതരായ വധൂവരന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ നിലയിലുള്ള ഐശ്വര്യങ്ങളും അവരുടെ ജീവിതത്തിൽ നൽകി സന്തോഷത്തിന്റെ, സ്നേഹത്തിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ വളർത്തുമാറാകട്ടെ. ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന സാലിഹീങ്ങളുടെ, ദാഇകളുടെ, മുത്തഖീങ്ങളുടെ, ആലിമീങ്ങൾ, ഹാഫിളീങ്ങളുടെ ഒരു പരമ്പരയുടെ തുടക്കമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിനെ കബൂലാക്കുമാറാകട്ടെ.